ഹായ് കൂട്ടുകാരെ, ദേവത്തി ബ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പുറത്തുനിന്ന് നല്ല മഴയാണ്. എനിക്ക് റോഡിൽ കൂടെ ഒക്കെ വെള്ളം പോകുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത മഴയാണ്. മഴ പെയ്യാൻ തുടങ്ങിയപ്പം മഴ തന്നെ മഴ. വെയിലായപ്പോൾ എല്ലാവരും പറഞ്ഞു ഭയങ്കര വെയിലാണ്, എന്തോ ചെയ്യാൻ. മഴ പെയ്യാൻ പറ്റുമോ, വെയിലാകാൻ പറ്റുമോ? നമ്മളൊക്കെ തിരിച്ചും മറിച്ചും പറയില്ലേ. വഴിയിലെങ്ങും ഒരു മനുഷ്യൻ പോലും ഇല്ല. മഴയായതുകൊണ്ട് ആരും ഇല്ല, പോകുന്നുമില്ല വരുന്നുമില്ല. എല്ലാവരും വീടിനകത്ത് തന്നെ. ഇതിന് ശക്തമായ മഴയായിരുന്നു. ഞാൻ മൊബൈൽ വീഡിയോ എടുക്കാൻ വരുന്നെന്ന് അറിഞ്ഞെന്ന് തോന്നുന്നു. മഴ പെട്ടെന്ന് മഴയുടെ ശക്തി കുറഞ്ഞു. മഴയുണ്ട്, എന്നാലും മുമ്പേ പെയ്തത്ര ശക്തിയില്ല. കണ്ടോ? മുട്ട കറി വെച്ചു. പിന്നെ ഇതാണ് ഇന്നത്തെ കറി, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കഴിച്ചൊന്നും ഇല്ല കേട്ടോ, ഉണ്ടാക്കിയൊക്കെ വെച്ചിരിക്കുന്നതേ ഉള്ളൂ. എഴുന്നേക്കാതെ കിടക്കുന്നതുണ്ടോ? നല്ല മഴയല്ലേ, പൊതച്ച് മൂടി കിടക്കുക. ഇനി വിളിക്കണം, എഴുന്നേൽപ്പിക്കണം. എൻ്റെ മോളാണ് കിടക്കുന്നത് കേട്ടോ. ഞങ്ങൾക്ക് മീൻ തരുന്ന അച്ഛനാണ് പോകുന്നത്. എന്നും ഇവിടെ കൊണ്ട് മീൻ തരും. പിന്നെ മീനൊന്നും ഇല്ല, മഴയൊക്കെ ആയതുകൊണ്ട്. മഴയൊക്കെ തോർന്നപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ഓരോ വണ്ടികൾ പോകാൻ തുടങ്ങി. മോനിപ്പോൾ വരും, ഞാൻ അവനെ നോക്കി ഇറങ്ങി നിൽക്കുമായിരുന്നു. ഇന്നും എന്തോ വീഡിയോ ഇടാൻ പറ്റുന്നത്, എന്തോ വീഡിയോസാണ്. നമ്മൾ ഈ മഴ കാരണം പുറത്തോട്ട് ഇറങ്ങുന്നില്ല, എങ്ങും പോകുന്നില്ല, പിന്നെ എന്തോ ഇടാനാണ്. ഇങ്ങനെയൊക്കെ വീട്ടിലുള്ള ചുറ്റുപാടും കഞ്ഞി വെക്കുന്നതും കറി വെക്കുന്നതും തിരിച്ചും മറിച്ചും അതൊക്കെ തന്നെ ഇടുക, അല്ലാതെ എന്നാ ഇടാനാ. കൊച്ചിനും എനിക്കൊക്കെ പനിയായിരുന്നു, എനിക്കങ്ങ് തലവേദനയായിരുന്നു. ഇപ്പോൾ 2 ദിവസം അവൾ സ്കൂളിൽ പോയപ്പോൾ ഭയങ്കര ചുമയായിരുന്നു. ടീച്ചർ പറഞ്ഞ് ചുമയൊക്കെ കഴിഞ്ഞ് വിട്ടാൽ മതിയായിരുന്നു. അപ്പോൾ അതാണ് അവൾ കിടന്നുറങ്ങുന്നത്. ഒന്നും കഴിച്ചില്ല, എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ ഉള്ളൂ. മോനിപ്പോൾ വരും, അവനെ നോക്കി ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. പിന്നെ നല്ല വൈകിട്ടാണെങ്കിൽ ഓട്സാണ് കഴിച്ചത്, കാരണം വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കണം. അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണണേ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം. തലവേദനയാണ്, ഈ സൈഡിൽ ഇങ്ങനെ വേദനയാണ്. ഇതാണെന്നറിയത്തില്ല, ഈ മൊബൈലിൽ ലൈവ് ഇടണമെന്നൊക്കെ ഓർക്കും, പക്ഷേ പറ്റത്തില്ല. ഈ മൊബൈലിൽ ഇനി ഒത്തിരി നേരം എനിക്ക് നോക്കിയിരിക്കാൻ വരാം, തലയ്ക്കകത്ത് വേദന ഉണ്ടാവും എപ്പോഴും. പിന്നെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ അങ്ങ് വേദന എടുക്കും. അത് കാരണം ലൈവ് ഇടാനോ ഒത്തിരി നേരം മൊബൈലിലോട്ട് നോക്കിയിരുന്ന് വായിക്കാനൊന്നും പറ്റുകയില്ല. എന്താ ചെയ്യാൻ?